കുട്ടികൾക്ക് വേണ്ട നല്ല സിനിമകളൊന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നില്ല എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മറ്റൊരു ലീഗിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കുന്നു. വയലൻസുകളോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന കുട്ടികൾ ഇന്നത്തെ ചിന്താഗതി തന്നെ മാറിയിരിക്കുന്ന രീതിയിൽ പലരും സംസാരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഗൗരവകരമായ കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടെയാണ് ബറോസ് പോലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമകൾ പോലും ഇറങ്ങി അത് തിരസ്കരിക്കപ്പെട്ടത്. മോഹൻലാൽ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയാണ് ബറോസ് പോലൊരു ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ഫിലിം എടുത്തത്. അതിന് പോലും ആൾക്കാർ കാണാനില്ല. കാരണം കുട്ടികളുടെ അഭിരുചികൾ മാറി വേറെ രീതിയിലേക്കായി. അത് പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കളുമുണ്ട്. പക്ഷെ അവർക്കറിയുന്നില്ല അവരുടെ കുട്ടികൾ ഏത് രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്നേ ദിവസവും കുട്ടികളുടെ വഴിമാറ്റം എങ്ങോട്ടാണെന്ന് കാണിക്കുന്ന രീതിയിലേക്ക് ഒരു സംഭവം കൂടി എത്തി. സിനിമകൾ ഒരു പരിധിവരെ സമൂഹത്തെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന സിനിമകളും മോശം രീതിയിൽ സ്വാധീനിക്കുന്ന സിനിമകളുമുണ്ട്. സമൂഹത്തെ ഒന്നാകെ സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിലും സമൂഹത്തിലെ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ സിനിമ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ഇല്ലാതാക്കേണ്ടതും കുട്ടികളെ തെറ്റായി സ്വാധീനിക്കുന്നതാണ്. സിനിമകളിൽ കാണുന്ന ജീവിത രീതി പകർത്താനായിട്ട് ശ്രമിക്കുന്ന കുട്ടികളെ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. സിനിമയിലെ പല ഇൻസിഡൻസുകളും വാക്കുകളും പ്രയോഗങ്ങളും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന നായകന്മാരെ ന്യായീകരിക്കപ്പെടുന്ന സിനിമകൾ കാലങ്ങൾക്ക് മുന്നേ തന്നെ മലയാളത്തിൽ ഉൾപ്പെടെ വരികയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വാണിജ്യ സിനിമകൾ എക്കാലവും വലിയ ജനക്കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ശരി തെറ്റുകൾക്കപ്പുറം ആ ജനക്കൂട്ടത്തിന് കൈയടിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഗതാഗതിയിൽ സൃഷ്ടിച്ചു പോകുന്ന സിനിമകൾ കണ്ടിറങ്ങുന്ന പല പ്രായത്തിലുള്ള ആളുകളെയും പലതരത്തിലാകും ഇത് സ്വാധീനിക്കുന്നത്. സിനിമ എന്നത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം സംഭവിക്കുന്ന അഭിനയമാണെന്നും നമ്മൾ കാണുന്നതെല്ലാം ഒരു ക്യാമറയെ ഷൂട്ട് ചെയ്തെടുത്ത തിരക്കഥയിൽ മെനഞ്ഞെടുത്ത അഭിനയമാണെന്നും തിരിച്ചറിയാൻ വിദ്യാഭ്യാസവും പ്രായവും അനുഭവവും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യം തന്നെ ആലോചിക്കാം. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അഭിനയിക്കുകയാണെന്ന് തിരിച്ചറിയും മുൻപേ അവരെ ആരാധിക്കാൻ തുടങ്ങിയവരാണ് നമ്മൾ. ഇതിന് അവരുടെ സിനിമകളിൽ അവർ ചെയ്ത പ്രവൃത്തികൾ കൂടെ കാരണമാക്കിയിട്ടുണ്ടാകും. ഒപ്പം മറ്റ് ഘടകങ്ങളും. ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും സിനിമയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് ചൂണ്ടി കാണിക്കുകയല്ലേ, മറിച്ച് സിനിമയും ഈ സംഭവങ്ങൾക്ക് പ്രേരക ഘടകമാണെന്ന് പറയുകയാണ്. സിനിമകൾ സ്വാധീനിക്കപ്പെടാൻ മറ്റ് പലതും കാരണമാകുന്നുണ്ട് എന്നുകൂടെ ചേർത്ത് പറയേണ്ടി വരും. ഒരു എന്റർടൈൻമെന്റ് ഉപാധി എന്നതിലപ്പുറം സിനിമ എന്ന മീഡിയം എന്താണെന്ന് സ്കൂളുകൾ മുതൽക്കുള്ള അറിവ് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സിനിമ ക്യാമറയിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന അഭിനയ പ്രകടനം മാത്രമാണെന്ന് എത്ര നേരത്തെ ചെറിയ തലമുറയെ വ്യക്തമായും കൃത്യമായും ബോധ്യപ്പെടുത്താൻ കഴിയുന്നോ അത്രയും സിനിമയ്ക്ക് കുട്ടികളിലുള്ള മോശം സ്വാധീനം ഇല്ലാതാക്കാൻ ഉപകരിക്കും. പിന്നെ പ്രായപൂർത്തിക്ക് മുകളിലേക്ക് പോയാന്മാർ സിനിമകൾ കണ്ട് കൊല്ലിനും കൊലയ്ക്കും കൊള്ളയ്ക്കും പോകുന്നു എങ്കിൽ അത് തൂക്കിക്കൊന്നും തുറങ്കിലടച്ചും തന്നെ മാറ്റേണ്ടതാണ്. അതിന് സിനിമയുടെ മേക്കിട്ട് കയറേണ്ട കാര്യമില്ല. സിനിമ കണ്ട് ഇങ്ങനെ മാറുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. അല്ലാതെ ഒരു പ്രശ്നങ്ങളില്ലാത്ത വ്യക്തിക്ക് അത് സിനിമയാണെന്നും അത് അഭിനയമാണെന്നും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ പ്രേക്ഷകർ ഇങ്ങനെ പറയാൻ കാരണം മുഖ്യമന്ത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് എത്തുകയുണ്ടായി. ഒരു സിനിമയിൽ റൗഡി എടാ മോനെ എന്നാണ് കുട്ടികളെ വിളിക്കുന്നത്. ഇത് കണ്ട് കുട്ടികൾ ഗുണ്ടാ സംഘത്തിലേക്ക് പോകുന്നു എന്ന പോലീസ് റിപ്പോർട്ടുണ്ട്. ഈ സിനിമ ഞാനും കാണാനിടയായി. മുഖ്യമന്ത്രി പറഞ്ഞതിങ്ങനെ. ഈ വാക്കുകൾ പറഞ്ഞെങ്കിലും ഇതിന് പല വിമർശനങ്ങളുമായി ജനങ്ങളൊക്കെ ഓരോ സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുന്നുമുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായ മറ്റൊരു സംഭവം അരങ്ങേറിയത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദസറയ്ക്ക് ശേഷം തെലുങ്ക് സംവിധായകൻ ശ്രീകാന്ത് ഒഡേലയും നാനിയും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ദി പാരഡൈസിന്റെ ആദ്യ ഗ്ലിംസ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. തെലുങ്കിന് പുറമെ തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, സ്പാനിഷ്, ബംഗാളി ഭാഷകളിലായാണ് ടീസർ പുറത്തിറങ്ങിയത്. ഇതിൽ മലയാളം ടീസറിലെ ഒരു രംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ടീസറിലെ ഒരു രംഗത്തിൽ നാനിയുടെ കയ്യിൽ അസഭ്യ വാക്ക് പച്ചകുത്തിയിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതാണ് ചർച്ചകൾക്ക് വിഷയമായിരിക്കുന്നത്. ഇത് തെലുങ്ക് ഡയലോഗ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ സംഭവിച്ച പിഴവാണോ എന്ന് ചില പ്രേക്ഷകർ സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പിഴവൊന്നുമല്ല. ചില അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോഴും മൊഴിമാറ്റുമ്പോഴും ഒക്കെ സംഭവിക്കുന്ന അതികഠിനമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ റോയായ രീതിയിലാണ് ചിത്രത്തിലെ കഥ പറയുന്നതെന്നും എല്ലാ ഭാഷകളിലെ ടീസറിലും സമാനമായ അർത്ഥം വരുന്ന വാക്കാണ് കാണിക്കുന്നതെന്നും ചിലർ മറുപടി നൽകിയിട്ടുണ്ട്. ടീസർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഈ ടീസർ വന്നു കഴിഞ്ഞപ്പോൾ അതിനടിയിൽ വന്ന കമന്റുകളാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതും. കാരണം ഇതേ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഫാനായി മാറിയിരിക്കുന്നു എന്ന രീതിയിലാണ് പലരും പറയുന്നത്. ഇതൊക്കെ കമന്റ് ചെയ്യുന്നത് 2K കിഡ്സ് ആണ് എന്നുകൂടി ഓർക്കണം. അവരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശരിക്കും ആക്റ്റീവ്. അവരുടെ മനസ്സിലേക്കാണ്, അവരുടെ ചേഷ്ടകളിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നതും എത്രമാത്രം സ്വാധീനിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ എന്നതാണ് കാണാൻ കഴിയുന്നതും. ചരിത്രത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ ഓർമ്മിപ്പിക്കുന്ന നേതാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിന് വേണ്ടി വലിയ ശാരീരിക പരിവർത്തനത്തിന് വിധേയനായ നാനിയുടെ ശക്തമായ ലുക്ക് ടീസറിന്റെ ഹൈലൈറ്റ് ആണ്. അനിരുദ്ധ് രവിചന്ദ്രാണ് സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത്. ജേഴ്സി, ഗ്യാങ് ലീഡർ എന്നീ സിനിമകൾക്ക് ശേഷം നാനിയും അനിരുദ്ധും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്.